ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായ ട്രേഡിംഗ്. അപ്പം നമ്മൾ എന്താണ് സാധാരണ കാണുന്ന പോലെ തന്നെ 18 വയസ്സിനുള്ള ശേഷമുള്ളവർ മാത്രം ഈ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യുക, ട്രേഡിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാത്തവർക്ക് ഇവിടെ ലോസാണ് സംഭവിക്കുന്നത്. ഓക്കെ, കറക്റ്റ് നോളജും കാര്യങ്ങളൊക്കെ വേണം. ഈ വാണിംഗ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി നമുക്ക് ട്രേഡിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡെമോ അക്കൗണ്ടിലാണ്. ഡെമോ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്തിനാണ് ഡെമോ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്? ഒരാളാരെങ്കിലും എന്ന് പറഞ്ഞ് എന്തിനാണ് ഡെമോ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്? ഡെമോ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന സ്ട്രാറ്റജി, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കിട്ടിയൊരു സ്ട്രാറ്റജി പ്രാക്ടീസ് ചെയ്യാനാണ്. എന്തിന് പ്രാക്ടീസ് ചെയ്യണം? നമ്മൾ റിയൽ എമൗണ്ട് അല്ലെങ്കിൽ റിയൽ അക്കൗണ്ട് ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ്? നമുക്ക് അത് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു പുതിയ അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് ഒരുപാട് അക്കൗണ്ടുണ്ട്, 3-4 അക്കൗണ്ടുകളുണ്ട്. എൻ്റെ അമ്മേൻ്റെ പേരിൽ, പെങ്ങളുടെ പേരിൽ, അതുപോലെ വൈഫിൻ്റെ പേരിൽ, ഒരുപാട് പേരുടെ പേരിൽ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പുതിയതായിട്ടൊരു ക്രിയേറ്റ് ചെയ്ത ഒരു അക്കൗണ്ടാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 0 ലൈവ് അക്കൗണ്ട് 0 ആണുള്ളത്. ഓക്കെ, ഇത് ഡെമോ അക്കൗണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ ഞാനൊരു $100 ഇടുന്നു. എന്നിട്ട് നമ്മൾ ഒരു ഒരു $100 ഒരു ഒരു സീരീസ്, അല്ലെങ്കിൽ ഈ $100 കൊണ്ട് എത്ര നമുക്ക് ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പറ്റും, അതോ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലായിരിക്കും ഞാൻ എന്ത് ചെയ്യണത്? നാളെ മുതൽ സിഗ്നൽസും കാര്യങ്ങളൊക്കെ തരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എത്രത്തോളം പോകുമെന്ന്. ഓക്കെ, അപ്പോൾ ഇതുവരെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ട്രാൻസാക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതുണ്ടോ? നോ ഡാറ്റ. ഓക്കെ, ഇതുവരെ $1 പോലും ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ലൈവിൽ കാണാമല്ലോ. ഓക്കെ, സോ ഡെമോ അക്കൗണ്ടിലാണ് നമ്മളിന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പിൽ കയറുക. ഓക്കെ, മായാവി ട്രേഡിങ്ങിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ടെലിഗ്രാമിൽ മായാവി ട്രേഡിംഗ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് മായാവി ട്രേഡിംഗ്, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മതി. കാരണം ഒരുപാട് ഫേക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുന്നു എന്ന് പറഞ്ഞ പോലെ ഒരുപാട് ഫേക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ഗ്രൂപ്പേ ഉള്ളൂ, മായാവി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട്. കറക്റ്റായിട്ട് ഈ വീഡിയോൻ്റെ ലിങ്കിൽ തന്നെ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കിട്ടും. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് താല്പര്യമുള്ളവർക്ക് കേട്ടോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഐ ഡി എവിടെ കിട്ടുക? ഇതാ ഇവിടെ കേട്ടോ, ഇതുണ്ട് ഐ ഡി. ഇവിടെ കാണാൻ പറ്റും, നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഈ ഐ ഡി ഉണ്ടാവും. ഈ ഐ ഡി എനിക്ക് എന്ത് ചെയ്യാം? അയച്ചു തരിക. അയച്ചു തരുമ്പോൾ ഞാനിത് ചെക്ക് ചെയ്യും. നമ്മുടെ മായാവി ട്രേഡിംഗ് ഫാമിലീൻ്റെ അണ്ടറിലാണോ നിങ്ങൾ ജോയിൻ ചെയ്തതെന്ന് നോക്കും. ആണെങ്കിൽ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മായാവി ട്രേഡിങ്ങിൻ്റെ VIP ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. എന്താണ് ഈ മായാവി ട്രേഡിങ്ങിൻ്റെ VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യങ്ങളൊന്നുമില്ല, അധികം വലിയ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ട്രേഡറും കൂടിയാണ്. അപ്പോൾ ആ ട്രേഡ് ചെയ്യും. ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും രാത്രി 9 മണിക്കുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് ഞാൻ ട്രേഡ് ചെയ്യുന്ന ഏത് പെയറിലാണോ അല്ലെങ്കിൽ ഏതിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ സിഗ്നൽ നിങ്ങൾക്കും കൂടെ ഇട്ട് തരും. അപ്പിലേക്കാണെങ്കിൽ അപ്പിൽ, ഡൗണിലേക്ക് എന്നുള്ള ഒരു ഇൻഫർമേഷനും അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ VIP ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, വലിയ വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ ഇങ്ങനെ അക്കൗണ്ട് കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട് എന്ന് പറഞ്ഞ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തോളാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുണ്ടോ? ഇതൊന്നും വെരിഫൈ ആയിട്ടില്ല കണ്ടോ, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തേ ഉള്ളൂ. ഇതുണ്ടോ? ഇവിടെ ആദ്യം ജിമെയിൽ ID കൊണ്ട് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും മുഴുവനും ഇവിടെ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം ആധാർ കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം അക്കൗണ്ട് വെരിഫൈ എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി
ഇതേപോലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസ് കാണും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ പെന്നിൻ്റെ ഇതിൻ്റെ തൊട്ട് താഴെ കണ്ടോ 4 hours എന്നൊക്കെ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് 1 minute എന്നായിരിക്കും. ഇനി എന്താണെങ്കിലും നിങ്ങൾ 1 minute എന്ന് ഇവിടെ ആക്കുക. നമ്മൾ 1 minute നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇവിടെ കണ്ടല്ലോ ഈ ഒരു ടൈമർ പോലെ 5 സെക്കൻഡ് 10 സെക്കൻഡ് ഇതിലല്ല നമ്മൾ ട്രേഡ് ചെയ്യുക. നമ്മളിവിടെ സ്വിച്ച് ടൈം പ്രസ് ചെയ്യണം. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ 20:32 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:32. ഓക്കെ, നമ്മൾ ഡിഫാൾട്ട് ടൈം എന്ന് തന്നെ പറയുക. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ടൈമർ എന്ന് പറയും. അപ്പോൾ ടൈമറിലല്ല, നമ്മൾ ഡിഫാൾട്ട് ടൈമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ UTC, ഇവിടെ ടൈം സോൺ UTC 5:30 ആയിട്ട് സെറ്റ് ചെയ്യുക. 5:30 സെറ്റ്. എന്തുകൊണ്ടാണ്? ഇന്ത്യൻ ടൈമാണ്, ഞാൻ ഇന്ത്യയിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഇന്ത്യൻ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഓട്ടോ സ്ക്രോളിംഗ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം, അൺക്ലിക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇത് ആ സെറ്റിങ്സ് കഴിഞ്ഞു. ഇനി ഇവിടെയാണ് നിങ്ങൾക്ക് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും. നിങ്ങൾക്ക് ഏത് ഇൻഡിക്കേറ്ററാണോ വേണ്ടത് ആ ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇടാം. ഓക്കെ, അത് ഇൻഡിക്കേറ്റർ ഇടാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഇതാണ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് വരയ്ക്കാനുള്ളതും അതുപോലെ തന്നെ ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരയ്ക്കാനും അതിനുള്ള ടൂൾസാണ്. ഓക്കെ, ഡ്രോയിങ് ടൂൾസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ബ്രീഫായിട്ട്, നിങ്ങൾക്ക് അറിയുന്നതാണ്, പക്ഷേ ഞാനൊന്നും കൂടെ പറഞ്ഞു തന്നേളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ഈ എമൗണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. എത്ര രൂപയ്ക്കാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്, $1 $2 അതെന്ന് വെച്ചാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ $99 ആണ്, $99 എത്രയാണെന്ന് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ യുവർ പേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് .91 കണ്ടോ, 91 എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ കിട്ടുന്നത്? 91 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, നമ്മൾ കണ്ടോ ഇവിടെ ഈ തൊട്ട് താഴെ കണ്ടോ 91, 90, 92, 77 ഇത് നമുക്ക് പേ ഔട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 രൂപയ്ക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപേൻ്റെ 91% നമുക്ക് റിട്ടേൺ തരും. ഈ അവർ ട്രേഡ് ഈസ് വിൻ അല്ലേ, നമ്മുടെ ഇത് നമ്മൾ ചെയ്യുന്ന ട്രേഡ് എന്നല്ലേ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് 91% നമുക്ക് കിട്ടും. ലോസ് ആയി കഴിഞ്ഞാൽ ഫുള്ള് പോവേ, 100% പോവും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ $1 അവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലോസ് ആയി കഴിഞ്ഞാൽ $1 പോവും. ഓക്കെ, ഞാൻ പ്രോഫിറ്റ് മാത്രം പറഞ്ഞിട്ട് നിങ്ങളെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ലോസ് ആയി കഴിഞ്ഞാൽ $1 പോവും. പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ 0.91 സെൻറ്റ് നമുക്ക് $0.91 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയുള്ള ചെറിയൊരിത്. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സ്ട്രാറ്റജീനെ കുറിച്ചാണ്. ചെറിയൊരു സ്ട്രാറ്റജിയും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നേരെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ട്രേഡ് എടുത്തിട്ടുള്ളത്. ട്രേഡ് എടുക്കുന്നതും അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നും അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 15 സെക്കൻഡിൻ്റെ ഒരു ക്യാൻഡിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പുതിയൊരു സ്ട്രാറ്റജി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ 1 മിനിറ്റാണ് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുക. നമ്മുടെ VIP ഗ്രൂപ്പിലൊക്കെ സാധാരണ ചെയ്യുന്നത് 1 മിനിറ്റാണ്. പക്ഷേ പുതിയൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഓക്കെ, 15 സെക്കൻഡിൻ്റെ ക്യാൻഡിൽ നമ്മൾ 15 സെക്കൻഡ് ആക്കുന്നു. കണ്ടോ, അപ്പോൾ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് എത്രയാണ്? 15 സെക്കൻഡ്. 15 സെക്കൻഡ് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിലാവും, അത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിലാവും, അത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ, അങ്ങനെ 15 സെക്കൻഡാണ് ഒരു ക്യാൻഡിലിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 15 സെക്കൻഡ് നമുക്ക് ഇവിടെ എടുത്തു. ഇനി നമ്മളിവിടെ ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ പോകും. ഓക്കെ, ഇൻഡിക്കേറ്റർ പോയിട്ട് നിങ്ങൾ സാധാരണ ഇതാണ് സിക്സാഗ് ഇൻഡിക്കേറ്റർ. ഓക്കെ, സിക്സാഗ് ഇൻഡിക്കേറ്ററിൽ നമ്മൾ സിക്സാഗ് ഇൻഡിക്കേറ്റർ എടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെടുത്തു? 15 കറക്റ്റായിട്ട് മനസ്സിലാക്കുക. 15 സെക്കൻഡിൻ്റെ നമ്മൾ ക്യാൻഡിൽ 15 സെക്കൻഡാക്കി. പിന്നെ എന്താണ്? സിക്സാഗ് ഇൻഡിക്കേറ്റർ നമ്മളെടുത്തു. ഈ സിക്സാഗ് ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ചേഞ്ചസും നിങ്ങൾ ഇതാക്കാൻ പോകണ്ട. അതെങ്ങനെയാണോ അങ്ങനെ കിടക്കട്ടെ.
വേണമെങ്കിൽ നമുക്കിതിൻ്റെ കളറൊന്ന് മനസ്സിലാകുന്ന ഒരു അല്ലെങ്കിൽ ഒരു ബ്ലൂവോ ഇതായിട്ട് ഡിഫറെൻറ്റ് കളറ് ഓക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായോ? ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു എന്താ പറയുക ഡ്രോയിങ് ടൂളിൽ പോയിട്ട് നിങ്ങളിവിടെ റെക്റ്റാങ്കിൾ എടുക്കുക. ഓക്കെ, റെക്റ്റാങ്കിൾ എടുക്കുന്നു, റെക്റ്റാങ്കിളിനെ ചെറുതാക്കി കൊണ്ടുവരുന്നു. ഓക്കെ, ഇത്രയൊരു ഈ ഒരു ഇതിലിരുന്നോട്ടെ, ഇതായി കൊണ്ടുവരുന്നു. എന്നിട്ട് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള 2 ടേണിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ റണ്ണിങ് ക്യാൻഡിൽ ഇതാണ് അല്ലേ? ഇതിന് മുമ്പിൽ ഈ ഒരു റണ്ണിങ് ക്യാൻഡിലിന് ടേൺ ആയിട്ടുള്ള മാർക്കറ്റ് ടേൺ ആയിട്ടുള്ള ഏരിയ സിക്സാഗിൻ്റെ ഒരു ഏരിയ ഏതാണ് നോക്കിയേ? ഈ ഏരിയ ആണ് അല്ലേ? ശ്രദ്ധിക്കുക, ഈ ഏരിയ ആണ് ഇവിടെ ആയിട്ടുള്ളത് അല്ലേ? ഇനി ഇവിടെ വെച്ചോട്ടെ, ഈ കറണ്ട് ക്യാൻഡിലിൻ്റെ അടുത്ത ഇതിന് തൊട്ട് മുമ്പുള്ളത് ഏതാണ്? ഇവിടെയാണ് അല്ലേ? ഈ 2 ഓക്കെ, നമുക്ക് ഇത്രയും മതി. ഓക്കെ, ഇനി വേണമെങ്കിൽ നമുക്കൊരു 3 ആക്കാം, കുഴപ്പമില്ല. ബേസ്ഡ് ഓൺ യുവർ എന്താ പറയുക കംഫോർട്ടബിൾ. ഓക്കെ, നമുക്ക് ഇവിടെയും കൂടെ നമ്മൾ വരച്ചു വെച്ചു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫാൾട്ട് ടൈമിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ടൈമറിലാണ് ട്രേഡ് ചെയ്യുക. ടൈമർ എത്രയാക്കണം? ഇവിടെ 30 സെക്കൻഡ് ആക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, 15 സെക്കൻഡ്, ഇവിടെ 30 സെക്കൻഡ്. 15 സെക്കൻഡ് ക്യാൻഡിൽ, നമ്മുടെ ട്രേഡ് ഡ്യൂറേഷൻ 30 സെക്കൻഡ്. ഇനി നമ്മൾ ഇതൊന്ന് വലുതാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പറയാം, എന്തായിക്കോട്ടെ, ഒരു നമ്മൾ സിക്സാഗിൻ്റെ ടേൺ ആണ്. ഓക്കെ, ടേൺ ചെയ്തു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു വരേൻ്റെ മേലെ മാർക്കറ്റ് ഉണ്ടെങ്കിൽ അതിനെന്താ പറയുക? ഈ ക്യാൻഡിൽ എന്താണ് പറയുക? സപ്പോർട്ട് എന്ന് പറയും അല്ലേ? അപ്പോൾ ഈ ക്യാൻഡിൽ ടച്ച് ആകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, ഈ ക്യാൻഡിൽ ടച്ച് ആയിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ടച്ച് ആയിക്കഴിഞ്ഞു റിജക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ അപ്പിലേക്ക് ട്രേഡ് എടുക്കും. ഈ ക്യാൻഡിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു റിജക്ഷൻ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡൗണിലേക്ക് ട്രേഡ് എടുക്കും. ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണെന്നുള്ളത്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, കണ്ടോ സിക്സാഗിൻ്റെ ഇത് മാറുന്നത് കണ്ടോ? ഹയർ ആൻഡ് ലോ ഒക്കെ വരുമ്പോൾ, ഹയർ ആൻഡ് ഹൈ വരുമ്പോൾ ഇത് മാറുന്നതാണ്. അത് നിങ്ങൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഈ കറൻറ്റ് ക്യാൻഡിലിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ടേണിങ്ങിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 15 സെക്കൻഡാണ് ക്യാൻഡിൽ, ടൈമറാണ് 30 സെക്കൻഡ്. അപ്പോൾ 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 ക്യാൻഡിലാണ് നമ്മുടെ ട്രേഡിങ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരിക. കാരണം ഇത് നിങ്ങൾ വരച്ച് വെച്ചേക്കണം. ഈ ഒരു ഏരിയയിലേക്ക് ഇനി വന്നിട്ടില്ലെങ്കിൽ നമ്മളത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്, കാത്തിരിപ്പ് ഇവിടെ കൂടുതലാണ്. ഓക്കെ, ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരു സ്ഥലത്ത് വരച്ചു വെക്കാം. ഇങ്ങനത്തെ മാർക്കറ്റിലൊന്നും നിങ്ങൾ ട്രേഡ് ചെയ്ത് ഒരുപാട് ഗ്യാപ്പൊക്കെ വരുന്നതൊന്നും നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകണ്ട. നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ തന്നെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇത് വരുന്നുണ്ടോ? അതുവരെ നമുക്ക് വേറെ കാര്യങ്ങൾ സംസാരിക്കാം. ബൈനറി ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസാണ്. ഓക്കെ, നമ്മൾക്ക് ഇവിടെ ക്യാപിറ്റൽ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ക്യാപിറ്റലിനെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിരിക്കണം. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇവിടെ വരണം. അപ്പോൾ അതുവരെയുള്ള സമയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് വേറെ കറൻസിയിൽ നോക്കണ്ട, നമ്മൾ വരച്ച അതിൽ തന്നെ വരുമെന്ന് നോക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്യാപിറ്റലിനെ എങ്ങനെ നമുക്കൊരു പ്രോഫിറ്റബിളായിട്ട് എല്ലാ ഇതും പ്രോഫിറ്റബിളായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാൽ മതി.
ഒന്ന്, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ക്യാപിറ്റൽ അതിൻ്റെ 1% ഇടാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, 1% മാത്രം നിങ്ങളിട്ട് ട്രേഡ് ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് 1% വരെ ഇവിടെ 70 രൂപയാണ് അല്ലെങ്കിൽ $1 ഏറ്റവും കുറവ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് 1% നോക്കുമ്പോൾ അത് ആകുന്നില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മിനിമം 2500 രൂപയെങ്കിലും നിങ്ങൾ 2000 രൂപയെങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. 2500 എങ്കിലും നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യണം. എന്നിട്ട് 70 രൂപയ്ക്ക് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ മിനിമം ഒരു $20 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് $1 ട്രേഡ് ചെയ്യുക. ഓക്കെ, അല്ലാതെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ 2000 രൂപയാന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ 2000 രൂപ. നിങ്ങൾ ഫസ്റ്റ് ട്രേഡിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് 1000 രൂപയ്ക്ക് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ 1000 രൂപയ്ക്ക് നിങ്ങൾ കൊണ്ടുപോയി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അത് ലോസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളത് പിന്നെ എത്രയായിരിക്കും? 1000 രൂപയായിരിക്കും. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് MTC എടുക്കാൻ പറ്റുമോ? ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പിന്നെ എന്ത് ചെയ്യും? പിന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ട്രേഡ് എത്രയാണ്? പിന്നെ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പേടിയാവും, ഇതാവും. നിങ്ങൾ പിന്നെ കൊണ്ടുപോയിട്ട് 100 രൂപ മുതൽ ട്രേഡ് എടുക്കാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? 100 രൂപയ്ക്ക് നിങ്ങൾ ട്രേഡ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടുള്ള കുഴപ്പം എന്താണ്? ഒന്ന്, നിങ്ങളുടെ ഹ്യൂജ് ക്യാപിറ്റലിൽ നിന്ന് 50% പോയി. 2, ഇതിനെ റിക്കവർ ചെയ്യാനുള്ള ക്യാപിറ്റൽ എമൗണ്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാതാവുകയും ചെയ്യും. നിങ്ങൾ അണ്ടർ സ്ട്രെസ്സിലാകും. നിങ്ങളെന്താവും? നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഒരു സ്മാർട്ട് ട്രേഡർ എന്ന് പറയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ്, ഇപ്പോൾ 2000 റുപ്പീസാണ് ഇത് ക്യാപിറ്റലെങ്കിൽ അദ്ദേഹം 70 രൂപയ്ക്ക് ട്രേഡ് എടുക്കുള്ളൂ. അല്ലെങ്കിൽ മാക്സിമം ഇല്ല, 70 രൂപയ്ക്കേ ട്രേഡ് എടുക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 70 രൂപയ്ക്കേ ട്രേഡ് എടുക്കുള്ളൂ. അത് ലോസ് ആവുകയാണെങ്കിൽ 140 രൂപയ്ക്ക് MTC എടുക്കാൻ നോക്കും. അപ്പോൾ ഇവിടെ 2000 രൂപ ഇട്ടവർ വാഷ് ഔട്ട് ആകുന്നത് എന്തുകൊണ്ടാണ് അക്കൗണ്ട് വാഷ് ഔട്ട് ആവുന്നത്? ഇവിടെ ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരോടും പറയുന്നില്ലേ, നിങ്ങളുടെ ക്യാപിറ്റൽ 5000 രൂപയുടെ കുറവിലാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് നിങ്ങൾ എടുക്കേണ്ടത് 70 രൂപയ്ക്കാണ്. അതാണ് അവിടെ മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ സൈക്കോളജി. അതിന് പകരം നിങ്ങൾ കൊണ്ടുപോയിട്ട് ഓക്കെ എല്ലാ ട്രേഡും വിന്നാകും, എല്ലാ ട്രേഡും ഇതാകുമെന്ന് വെച്ചിട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ട് 2000 രൂപയുള്ളവന് 1000 രൂപയ്ക്ക് കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ അത് വാഷ് ഔട്ടാണ്. പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കോട്ടക്സിനെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനെ കുറ്റം പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് വാഷ് ഔട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോകുന്നതിൻ്റെ മെയിൻ കാരണം ഒരു 99% നിങ്ങൾ തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കറക്റ്റ് മെൻറ്ററിൻ്റെ അടുത്താണെങ്കിൽ നിങ്ങൾ തന്നെയാണ്. കാരണം ഒരിക്കലും ഒരു ട്രേഡർ കറക്റ്റായിട്ട് ഗാംബ്ലിങ് ചെയ്യാത്തൊരു ട്രേഡർ, മനസ്സിലാവുന്നുണ്ടോ, റവന്യൂ ലിങ്ക് ഉപയോഗിക്കാത്ത ട്രേഡർ, നമ്മൾ ടേൺ ഓവർ ലിങ്കാണ്, റവന്യൂ ലിങ്ക് ഉപയോഗിക്കുന്ന ട്രേഡർ, അതേപോലെ ഗാംബ്ലിങ് ചെയ്യുന്ന ഒരു ട്രേഡർ നിങ്ങളോട് 2000 രൂപ ക്യാപിറ്റൽ ഉള്ളവനോട് നിങ്ങളോട് പറയും, ഫസ്റ്റ് ട്രേഡ് 500 ഇട്ടോ, സെക്കൻഡ് ട്രേഡ് 700 ഇട്ടോ, ഇതാ നിങ്ങൾ ഫുള്ള് ഞാനിപ്പോൾ റിക്കവറി ആക്കി തരാം, ഫുൾ എമൗണ്ട് ഇട്ടോ എന്ന് പറയും. അതേ പറയലുണ്ടാവുള്ളൂ. അത് തീരും, പിന്നെ അവൻ നിങ്ങളെ ബ്ലോക്കാക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പൈസ ഇട്ടോളാൻ പറയും, റിക്കവറി പിന്നെ ആക്കി തരാൻ പറയും. അല്ലേ? അങ്ങനെ നിങ്ങൾ ഒരുപാട് ഗ്രൂപ്പുകളിൽ കയറിയിട്ട് ഇങ്ങനെ ആയതല്ലേ നിങ്ങൾ? എനിക്കിങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഇതേപോലെ ആ ഗ്രൂപ്പിൽ കയറി പൈസ പോയി, ഈ ഗ്രൂപ്പിൽ കയറി പൈസ പോയി, അതുപോലെ തന്നെ ലോസായി, ഒരു 3 ലോസ് 4 ലോസ് വന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞു VIP ഗ്രൂപ്പ് 4 ലോസുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. VIP ഗ്രൂപ്പ് നല്ല പ്രോഫിറ്റാണ് കാണിക്കുന്നത്. നമ്മുടെ ഏതെങ്കിലും ഒരു കാര്യം ഡിലീറ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പിൽ ഡിലീറ്റിംഗ് ഇല്ല. ലോസ് ഉണ്ടെങ്കിൽ ലോസ്, ആ ലോസിനെ റിക്കവർ ചെയ്തിട്ടേ നമ്മൾ ഓരോ സെക്ഷനും ഇതാക്കുള്ളൂ. ഇപ്പോൾ 11 മണിക്ക് അപ്പോൾ ലോസ് ഇല്ലയെന്ന് ആരും പറയാൻ പറ്റില്ല, ഇല്ലേ? ലോസ് ഇല്ലാത്തൊരു ഗ്രൂപ്പല്ല നമ്മുടേത്. ലോസ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ സിഗ്നലിൽ കൊടുത്തു, അത് ലോസ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് സിഗ്നലിൽ നമ്മൾ എന്ത് ചെയ്യും? അത് വിന്നാക്കും. ആ ലോസിനെയും കൂടെ റിക്കവർ ചെയ്യും നമ്മൾ, അല്ലേ? അല്ലാതെ മറ്റുള്ള ഗ്രൂപ്പുകളെ പോലെ ഞാൻ എല്ലാ ഗ്രൂപ്പുകളെയും അടച്ച് പറയുന്നതല്ല. ഓക്കെ, അത് നിങ്ങളത് മനസ്സിൽ വെക്കുക. അങ്ങനെയല്ല പറഞ്ഞത്. കാരണം ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ കയറി, ഈ ഗ്രൂപ്പിൽ കയറി, അങ്ങനെ കയറി, അവിടെ പോയി, ഇവിടെ പോയി, ഭാഷ അറിയാത്തടത്ത് പോയി, പൈസ പോയി, അവർ പറഞ്ഞു എമൗണ്ട് ഇങ്ങനെ വെക്കാൻ പറഞ്ഞു, അങ്ങനെ വെക്കാൻ പറഞ്ഞു, ഇപ്പോൾ പറയുന്നു പൈസ ഇനി ഇടാൻ, എന്നാൽ റിക്കവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നപ്പോൾ
ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കപ്പാസിറ്റി എന്താണ്? എൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ പറയാം ഒരു 5000 രൂപയെന്ന് വെച്ചോട്ടെ. അപ്പോൾ 5000 രൂപയുള്ള ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ ക്യാപിറ്റലുള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി എന്ന് പറയണത് 50 രൂപയാണ് ഫസ്റ്റത്തെ ട്രേഡ്. പക്ഷെ 50 രൂപയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, 5000 രൂപയല്ലേ, അതുകൊണ്ട് 100 രൂപയ്ക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. അത് മായാവി ട്രേഡിങ്ങിൽ ഞാൻ പറയുന്ന സ്ട്രാറ്റജിയാണ്. 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. പക്ഷേ ഈ 100 രൂപയ്ക്ക് ട്രേഡ് എടുക്കാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയക്കും, ഓക്കെ എന്ന് പറഞ്ഞ് നിങ്ങൾ എടുക്കുന്ന ചിലപ്പോൾ എത്രയ്ക്കാണെന്നറിയോ? 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ ആയിരിക്കും. ഒരുപാട് പേര് ചെയ്യുന്ന പരിപാടി അത്. കാരണം നിങ്ങളുടെ മൈൻഡിൽ എല്ലാ ട്രേഡും വിന്നാണ്. നിങ്ങളുടെ മൈൻഡിൽ ഒരിക്കലും ലോസ് എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങളുടെ മൈൻഡിലില്ല. മനസ്സിലാവുന്നുണ്ടോ? ഒരു മിനിറ്റ്, നമ്മുടെ ട്രേഡിംഗ് ഒന്ന് നോക്കട്ടെ. നമ്മൾ ആ വരച്ച ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വരട്ടെ. ഓക്കെ, നിങ്ങളിങ്ങനെ ഇത് വെയിറ്റ് ചെയ്തിരിക്കണേ. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴുമുള്ള കാര്യം എന്ന് പറയുന്നത്? എന്താണ്? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. വിന്ന്. എന്തെടുത്താലും ഞാൻ വിന്നാകും, എന്ത് ചെയ്താലും ഞാൻ വിന്നാകും. അപ്പം അങ്ങനെ നമ്മൾ മൈൻഡിൽ ചിന്തിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ക്യാപിറ്റൽ, അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്യാനുള്ളൊരു ഫണ്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാതായി മാറും. മനസ്സിലാവുന്നുണ്ടോ? അതിന് റിക്കവർ ചെയ്യാനുള്ളൊരു ഫണ്ട് നിങ്ങളുടെ അടുത്ത് ഇല്ലാതായി മാറും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വരുന്ന പ്രശ്നം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതിനെ റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെ നമ്മൾക്ക് എങ്ങനെ നമുക്ക് അതിനെ റിക്കവർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ലോസിനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. 5000 ഉള്ളവൻ 100 രൂപയ്ക്ക് ട്രേഡ് ചെയ്താൽ മതി. അതാണ് അവൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതാണ്. അതിന് പകരം 500 രൂപയ്ക്കോ 1000 രൂപയ്ക്കോ 500-1000 രൂപയ്ക്കോ ട്രേഡ് ചെയ്യാം. എപ്പോൾ, ഏത് സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ അത് വിചാരിക്കും, അല്ല ഞാൻ ആ ഗ്രൂപ്പിൽ കയറിയിട്ട് ഞാൻ 500 രൂപ കൊണ്ട് ഞാൻ 5000 രൂപ ഉണ്ടാക്കിയല്ലോ. പറ്റും സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പറ്റും. അതൊരു ലെക്ക് എന്ന് ഞാനേ പറയുള്ളൂ. ഞാൻ പറയുന്നത് ലെക്ക് എന്ന് മാത്രമേ ഉള്ളൂ. അത് പ്രോപ്പറായിട്ടുള്ളൊരു മണി മാനേജ്മെൻറ്റ് കൊണ്ടല്ല എന്നേ ഞാൻ പറയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പ്രോപ്പറായിട്ടുള്ള ഒരു ഇത് നമ്മൾ അപ്പിലേക്കൊരു ട്രേഡ് എടുത്തു കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ വരച്ചു. ആ വരച്ച വരേൻ്റെ അവിടെ വന്നു. നമ്മളിപ്പോൾ അപ്പിലേക്ക് ഒരു ട്രേഡ് എടുത്തു. നമ്മുടെ ട്രേഡ് എത്രയാണ്? 30 സെക്കൻഡ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ ഇതിപ്പോൾ എല്ലാ ട്രേഡും വിന്നാവണമെന്നില്ല. ഇതിപ്പോൾ ലോസായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ലോസായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് MTG എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ MTG എടുക്കും. അത്രയേ ഉള്ളൂ. ഞാൻ ഒരു ട്രേഡും നിങ്ങളും പാലിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ചിലവരുണ്ടല്ലോ, ഇത് കുറച്ച് ഇതായിട്ട് കാണുന്നവർ, ആസ്ട്രോളജി അതൊക്കെ ആയിട്ട് കാണുന്നവർക്ക് അത് ദഹിക്കണം എന്നില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡുകളും അത് ലോസാകും എന്നുള്ള മൈൻഡ് സെറ്റിൽ കൂടിയാണ് ഞാൻ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ക്യാപിറ്റലിനനുസരിച്ച് ഞാൻ കുറഞ്ഞ എമൗണ്ട് എടുത്ത് വെച്ച് ട്രേഡ് ചെയ്യുള്ളൂ. കാരണം ലോസ് ആവുന്നുള്ള എനിക്ക് ഓൾറെഡി അറിയാം. മനസ്സിലാവുന്നുണ്ടോ? ലോസ് ആവുമെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കുറഞ്ഞ പൈസയിൽ ഞാൻ ട്രേഡ് എടുക്കുള്ളൂ. വിന്നായി കഴിഞ്ഞാൽ ഓക്കെ, ലോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറഞ്ഞ എമൗണ്ട് അല്ലേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞാൻ എന്ത് ചെയ്യും? MTG എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ആ ലോസിനെ കൂടെ റിക്കവർ ചെയ്ത് ഞാൻ പ്രോഫിറ്റിലേക്ക് ആക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ബൈനറി ട്രേഡ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ ചെയ്യുക? പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ
നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് 5,000 ഉണ്ട് അല്ലെങ്കിൽ 10,000 ഉണ്ട്, ആ പൈസ മുഴുവൻ കൊണ്ട് ഇട്ടിട്ട് നിങ്ങൾ പൈസ കൊണ്ട് കളയല്ലേ. അത് പോയി പോകും. നിങ്ങൾ ലെക്കിന് കിട്ടിയാൽ കിട്ടി, പക്ഷെ അത് പോയി അതൊരിക്കലും എന്താ പറയുക, സ്ഥിരതയില്ലാതെയായി മാറും, സസ്റ്റെയിൻ ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് മണി കൺട്രോൾ അല്ലെങ്കിൽ എന്താ പറയുക, മണി മാനേജ്മെൻറ്റ് നന്നായിട്ട് വേണം. ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട്. ആ ക്യാപിറ്റൽ നിങ്ങൾ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, കൊണ്ടേ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിട്ടായിട്ട് എന്താ കാര്യം? മനസ്സിലാവുന്നുണ്ടോ? എന്തുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും മോശമായിട്ട് ഞാൻ പറഞ്ഞത് മോശമായിട്ട് തോന്നുകയോ ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ സോറി. ഓക്കെ, ഞാൻ ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും മെസ്സേജുകളൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ബേസിൽ ഞാനൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ. നിങ്ങൾ ലോസ് ആവാൻ കാരണം നിങ്ങൾക്കുള്ള പ്രോപ്പറായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലാതെ ആരും പറഞ്ഞു തരാത്തതുകൊണ്ടല്ല. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എൻ്റെ ഭാഗത്തു നിന്നാണോ തെറ്റ് എന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, പിന്നെ അങ്ങനെ ലോസ് ആക്കുന്ന ഇപ്പോൾ ഒരു 1000 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിൽ 1-2 ഗ്രൂപ്പേ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഇത് തരുള്ളൂ. ബാക്കി 998 ഗ്രൂപ്പുകളും നിങ്ങളുടെ ക്യാഷ് കളയാനാണ് നോക്കുക. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് മനസ്സിലാവും എന്താ ഞാൻ ഉദ്ദേശിച്ചെന്നുള്ളത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു സ്ട്രാറ്റജീനെ ഞാൻ റിയൽ ലൈഫിലേക്ക് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല ക്ഷമ വേണം നിങ്ങൾക്ക്. കാരണം നമ്മൾ ഒരു ക്യാൻഡിലിൻ്റെയും സൈക്കോളജി നമ്മളിവിടെ നോക്കുന്നത്. നമ്മൾ ട്രേഡ് എടുക്കുന്നത് എങ്ങനെയാണ്? പ്രീവിയസ് ക്യാൻഡിലിൻ്റെ സൈക്കോളജിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. ബട്ട് ഹിയർ ഐ എം നോട്ട് സീയിങ് എനി എന്താ പറയുക ക്യാൻഡിലിൻ്റെ സൈക്കോളജി. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ എന്ന് പറഞ്ഞാൽ പാറ്റേണാണ് നോക്കുന്നത്. പാറ്റേൺ എങ്ങനെയാണ് നോക്കുന്നത്? നമ്മൾ ആദ്യം സിക്സാഗ് വരച്ചു, പ്ലോട്ട് ചെയ്തു, അതിനുശേഷം നമ്മളത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു. ഓക്കെ, എവിടെയാണ് ആ സിക്സാഗിൽ ടേൺ ആകുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ വരച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് അവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക, അവിടെ ക്യാൻഡിൽ വരുന്നുണ്ടോ നോക്കുക, അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കും. ഓക്കെ, അത് വിത്ത് മണി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഡെമോ അക്കൗണ്ടിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡെമോ അക്കൗണ്ടിൽ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ഡെമോ അക്കൗണ്ടിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇവിടെ ഡ്യൂറേഷൻ കുറവാണ്. ഓക്കെ, 30 സെക്കൻഡേ ഉള്ളൂ. ഇവിടെ 15 സെക്കൻഡ് ക്യാൻഡിലാണ്. അപ്പോൾ നല്ല ഫ്ലക്ച്വേഷനും നല്ല മൂവ്മെൻറ്റും ആയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളിതിലേക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാനുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, എന്നെ കൊണ്ടാകില്ല ഇത്. കാരണം നമുക്ക് ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്, നല്ല നല്ല സ്ട്രാറ്റജികളുണ്ട്. അത് ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിനുള്ള വീഡിയോ എന്താ പറയുക ഷോർട്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് കിട്ടുന്നുമുണ്ട്. സോ അത്രയും നല്ല സ്ട്രാറ്റജികളും നമ്മളെടുത്തുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അവിടെ വിട്ടേക്കുക. ബാക്കിയുള്ള ഒരു കാര്യവും ഞാൻ പറയുന്നില്ല നിങ്ങളോട്, ഇല്ല നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പറ്റും എന്ന് പറയുന്നു. പക്ഷേ ഈ ഒരു കാര്യം, കാരണം ക്യാൻഡിലിൻ്റെ ടൈം വളരെ കുറവായതുകൊണ്ട്, ഫ്ലക്ച്വേഷൻ കൂടുതലാവുന്നതുകൊണ്ട്, സോ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, ഓക്കെ, ഈ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് വിട്ടേക്കുക. പിന്നെ എന്താ പറയുക, ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ.